ഗായ്സ് ഇപ്പൊ സമയം 1:30 പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പൊ സമയം 1:30. നിങ്ങളിപ്പോ കാണാൻ വേണ്ടി പോകുന്ന ദൃശ്യഭംഗി ഈ 1:30 എടുത്തൊരു ഫുട്ടേജ് ആണ്. നിങ്ങൾ നോക്കൂ ഗായ്സ്. എന്തായാലും അടിപൊളിയാണ്. ഇന്നലെ നൈറ്റ് നമ്മൾ ഈ പറഞ്ഞ പൈതൽ മെഡോസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്ത്. പ്രതീക്ഷേനെക്കാട്ടിലും അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ കോടയും കാര്യങ്ങളും ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരുള്ള പൈതൽമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൈതൽമലയിലൊരു പൈതൽ മെഡോസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അപ്പോൾ കൂടെ എൻ്റെ സുഹൃത്ത് സച്ചിനുണ്ട്. സച്ചിനെ, ഇതെൻ്റെ സുഹൃത്ത് സച്ചിൻ. പുള്ളി മസ്കറ്റിൽ ജോലിയാണ്. അപ്പോൾ പുള്ളിയുടെ വീട് പാലക്കാടാണ്. അപ്പം നമ്മളെ കണ്ണൂർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സച്ചിൻ, എങ്ങനെയുണ്ട് കണ്ണൂർ? നീ പറ. അടിപൊളിയാണ്. കണ്ണൂർ അടിപൊളിയായതുകൊണ്ടാണ് കാണാൻ വേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഈ പൈതൽമല എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം, ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ്. എന്തായാലും അടിപൊളിയാണ്. ഇന്നലെ നൈറ്റ് നമ്മൾ ഈ പറഞ്ഞ പൈതൽ മെഡോസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. പ്രതീക്ഷേനെക്കാട്ടിലും അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ കോടയും കാര്യങ്ങളും ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. അപ്പം സച്ചിൻ എന്ന് പറയുന്നത് പാലക്കാടുള്ളൊരു ആളാണ്. അപ്പോൾ പാലക്കാട് നിന്നിട്ട് എന്താണ് നിനക്ക് ഡിഫറൻസ് വന്നത്? കണ്ണൂരിലുള്ള ആൾക്കാരും പാലക്കാട് ആൾക്കാരും, പാലക്കാട് ആംബിയൻസും കണ്ണൂർ ആംബിയൻസും എങ്ങനെയുണ്ട്? കണ്ണൂരിലെ ആൾക്കാർ അടിപൊളിയാണ്. എല്ലാവരും പാലക്കാടായാലും കണ്ണൂരായാലും എല്ലാവരും അടിപൊളിയാണ്. പക്ഷേ കണ്ണൂർ എന്താ പറയുക, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളപ്പം ഇവിടുത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ കാര്യങ്ങളും പിന്നെ ഫുഡായിക്കോട്ടെ എല്ലാം നമ്മളിപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയതാണ്. എല്ലാം അടിപൊളിയാണ്, എല്ലാം കൊണ്ടും സൂപ്പറാണ്. നിനക്ക് എന്താ ഇഷ്ടപ്പെട്ട കണ്ണൂരിൽ? എസ്പെഷ്യലി ഫുഡിൽ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടെ? നീ ഇന്നലെ കുറച്ച് തട്ടട ഫുഡൊക്കെ കഴിച്ചു. ആ തട്ടട ഫുഡ് നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടെ? തട്ടയുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വെറൈറ്റി സാധനങ്ങൾ കഴിച്ചു. കുറേ ഐറ്റത്തിന്റെ പേര് പോലും നമ്മൾ ഓർക്കുന്നില്ല, അത്രയും വെറൈറ്റി. സച്ചിന് കല്ലുമ്മക്കായ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നലെ കുറെ എണ്ണം മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ എന്തായിരുന്നു ഇതിനകത്ത്, ഏത് 10 രൂപ മറ്റേ അപ്പം പൊള്ളിച്ചത്. ഗൈസ്, ഞാനും സച്ചിനും കൂടെ ഇന്നലെ പയ്യന്നൂരുള്ള തളിപ്പറമ്പ് തട്ടുകടയിൽ അടിപൊളി അപ്പം പൊള്ളിച്ചതും ചിക്കൻ ഫ്രൈ. എന്റെ മോൻ, ഏതാ ടേസ്റ്റ്! അല്ല, ഒരു രക്ഷയില്ലല്ലോ, പൊളി സാധനം. അപ്പൊ ഗൈസ്, കൂടുതൽ ദൃശ്യത്തിൽ നിങ്ങളെ കൊണ്ടുപോവാണ്. ഗൈസ്, നമ്മുടെ പൈതൽ മെഡോസിലെ മാനേജർ ശിവൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യും ഇവിടുത്തെ ഡീറ്റെയിൽസ്. ഞങ്ങളൊക്കെ ശിവൻ ചേട്ടാ, ഇതാണ് ഗൈസ് ശിവൻ ചേട്ടൻ, ഇവിടുത്തെ മാനേജറാണ്. പറഞ്ഞോളൂ. നമ്മള് പൈതൽ മെഡോസ് പൈതൽമലയുടെ ഏകദേശം 3 കിലോമീറ്റർ ആസ്ത്ര വരുന്ന ഒരു റിസോർട്ടാണ്. നമുക്കിവിടെ ഫാമിലിക്കും അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് റേറ്റ് ആണ്. അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്താ പറയാ, ബാച്ചിലേഴ്സിനും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഇടാവുന്നത്. ഗ്രൂപ്പായിട്ട് വരുന്നത് നമുക്ക് നമ്മളെ ഈ പിന്നെ റിസോർട്ട് മൊത്തത്തിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 65 പേരെ ഉൾക്കൊണ്ടിട്ട് നമുക്ക് റിസോർട്ട് മൊത്തത്തില് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഡോർമെറ്ററി ഉണ്ട്, 3 ഡോർമെറ്ററി ഉണ്ട്. ഓരോ ഡോർമെറ്ററിയിൽ നമുക്ക് 8 ബെഡ് പീസ് ഉണ്ട് ഓൾറെഡി. പ്ലസ് 2 ബെഡ് നമ്മൾ എക്സ്ട്രാ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ബെഡ് പീസിലും 700 രൂപ വെച്ച് എക്സ്ട്രാ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 10 പേർക്ക് വെച്ച് 3 പേർക്ക്, അങ്ങനെ 30 പേർക്ക് ഉണ്ട്. പിന്നെ ഫാമിലി കോട്ടേജ് ഉണ്ട്. ഫാമിലി കോട്ടേജിൽ നമുക്ക് ഓൾറെഡി കിങ്സിക് ബെഡാണ് വരുന്നത്. ഫാമിലി കോട്ടേജ് നിങ്ങൾ പറഞ്ഞ ഫാമിലി കോട്ടേജില് നമുക്ക് റൂം പ്ലസ് ഒരു ഹാള്. അതിനകത്ത് നമുക്ക് റൂമിൽ പീറ്റെക് ബെഡാണ്. 3 പേര് ബാക്കി ഹോളിൽ നമുക്ക് എക്സ്ട്രാ ബെഡ് ഒരു കാലിനായിട്ട് നമുക്ക് 7 പേര് 8 പേര് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ നമുക്ക് മേളില് സൂട്ട് റൂം ഉണ്ട്. സൂട്ട് റൂം മേളില് നമ്മൾ 2 റൂം ഡീലക്സ് റൂം ഉണ്ട്.
ഡീലർ റൂമിൽ മാക്സിമം കിങ് സൈസ് ബെഡ് തന്നെയാണ് വരുന്നത്. പ്ലസ് നമുക്ക് രണ്ടുപേരെയും കൂടെ നമുക്ക് അലൗഡ് ചെയ്യാൻ പറ്റും. നമുക്ക് റൂംസ് അല്ലാതെ നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ ട്രീ ഹൗസ് ഉണ്ട്, 2 ഞങ്ങൾക്കുണ്ട് ഇവിടെ. കൂളിന്റെ അപ്പർ സൈഡിലാണ്. ഞങ്ങൾക്ക് പ്രീമിയം റൂംസ് 2 ഞങ്ങൾക്ക് പുതിയ ബിൽഡിംഗിലാണ് വരുന്നത്. 2 മേളിലും താഴെയാച്ച നല്ല വ്യൂസ് ഉള്ളതാണ്. പിന്നെ നമുക്ക് ട്രീ ഹൗസ് 2 ഉണ്ട്. പിന്നെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് ഇവിടെ. പിന്നെ അതിപ്പം മഴയായതുകൊണ്ട് ഞങ്ങള് കുറച്ച് നാള് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് വൈകുന്നേരം നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള അവസരം ചിക്കനും നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഓഫ് റോഡ് നമ്മുടെ ജീപ്പ് ഉണ്ട്. ഓഫ് റോഡ് നമ്മളിപ്പം കൊണ്ടുപോകുന്ന ഇവിടുന്ന് നമ്മൾ ഈ മല ചുറ്റി സൈഡിലേക്ക് ഒരു 1 മണിക്കൂർ ട്രാവലിംഗ്, ഒരു 15-20 കിലോമീറ്റർ വരുന്ന ഒരു ട്രാവലിംഗ് ഉണ്ട്. അത് നമുക്ക് 3 പേരാണ് നമ്മള് ഒരു ട്രാവലിംഗിന് വരുന്നത്. അത് 3 പേർക്ക് 1600 രൂപയാണ്. പ്ലസ് പെർ ഹെഡിന് 300 രൂപ. അപ്പൊ 1600 രൂപയ്ക്ക് ഒരു ട്രിപ്പ്. അത് 3 പേർക്ക്, ഒരു ഫാമിലി ആയി 3 പേർക്ക് ട്രിപ്പ്. മണിക്കൂറുണ്ട്. അത് 1 മണിക്കൂറോളം, 1.5 മണിക്കൂറോളം ഉണ്ട് നമുക്ക്. അപ്പൊ പൈതൽമലയുടെ ബേസിൽ പോയിട്ട് പൈതൽമലയുടെ സൈഡ് വഴിയൊക്കെ നമ്മൾ കറങ്ങി തിരിച്ച് നമ്മൾ ഈ നമ്മളെ റിസോർട്ടിന്റെ സൈഡ് വഴി പോയി തിരിച്ച് മല ഒന്ന് കറങ്ങി കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ പോയി കറങ്ങി തിരിച്ച് നമ്മൾ ഇവിടെ തിരിച്ചു വരും. അപ്പൊ അതുപോലെ തന്നെ ചേട്ടൻ ഒരു തിരുവനന്തപുരംകാരനാണ്. നമുക്ക് ചേട്ടനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചേട്ടന്റെ ഒരു കണ്ണൂർ എക്സ്പീരിയൻസ്. ചേട്ടൻ കണ്ണൂർ വന്നിട്ട് എങ്ങനെയുണ്ട്? ഞാൻ കണ്ണൂർ വന്നിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാൻ ഇപ്പോഴും ഈ പറഞ്ഞ സൂര്യപ്രകാശം അധികം വരാറില്ല. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലൗഡും ഈ പറഞ്ഞ കോടമഞ്ഞും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിച്ചു പൊളിക്കാൻ പറ്റിയ ആംബിയൻസ്. ഫാമിലിക്കായിരുന്നാലും ഈ പറഞ്ഞ ബാച്ചിലേഴ്സിനായിരുന്നാലും അടിച്ചു പൊളിക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് പൈതൽ മടോസ്. അതുപോലെ തന്നെ നമ്മളിപ്പം റൂമിൽ നോക്കുവാണെങ്കിലും നല്ല കോട, രാവിലെ എണീറ്റപ്പോ തൊട്ട് നല്ല കോട. കോടയുടെ കൂടെ മഴയും ചാറ്റൽ മഴയുണ്ട്, കോടയുണ്ട്, വെയില് തീരെയില്ല. രാത്രി കിടക്കാൻ നമുക്ക് എ സിയുടെ ആവശ്യമില്ല. നല്ല കൂളിംഗ് ആണ് ഇവിടെ. പിന്നെ നമ്മളെ സ്റ്റാഫുകൾ എല്ലാവരും ഫുൾ കോപ്പറേറ്റീവ് ആണ് നമ്മളുടെ വരുന്ന ഗസ്റ്റുകളോട് എല്ലാം. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ഞങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടെ കാണും. അപ്പൊ ഗൈസ്, ഞാൻ ഈ പൈതൽ മടോസിന്റെ ലൊക്കേഷൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാം നോക്കിയിട്ട് കേരളത്തിലുള്ളവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ണൂർ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഈ പൈതൽ മടോസ്. അപ്പൊ ബാക്കിയുള്ള സംഭവം എല്ലാം ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്ത റൂം കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. നല്ല എസ്തെറ്റിക് വൈബാണ് ഗൈസ് ഇവിടെ, നല്ല എസ്തെറ്റിക് വൈബാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, പൈതൽമല എന്ന് പറയുമ്പം മൊത്തം പച്ചപ്പും ഹരിതാപയാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഈ പച്ചപ്പ് ഹരിതാനം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഇപ്പം നല്ല കോട ഇറങ്ങുന്ന ടൈമാണ്, അതുകൊണ്ട് നല്ല രസമുണ്ട്. പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ദൃശ്യഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പൈതൽമല എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നേരെ നമ്മുടെ റൂമിലേക്കാണ് ഗൈസ് പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ. നോക്കി എത്ര ദൃശ്യഭംഗിയുള്ളൊരു വ്യൂ ആണ് നോക്കി ഗൈസ്.
ഗായ്സ് ഇപ്പോൾ സമയം 1:30 പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ സമയം 1:30. നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന ദൃശ്യഭംഗി ഈ 1:30 എടുത്തൊരു ഫുട്ടേജാണ്. നിങ്ങൾ നോക്കൂ ഗൈസ്, നല്ല അടിപൊളി കോടമഞ്ഞും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളച്ചാട്ടം ഇപ്പോൾ കോടമഞ്ഞ് അവിടെ കാണുന്നില്ല. അടിപൊളി കോട ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കോട ഇറങ്ങിപ്പോയി, അവിടെ കോട കയറി പോകുന്നുണ്ട്. അതുപോലെ സച്ചിനെ നിന്ന് ടൈം കാണിച്ചു കൊടുത്തേ നമ്മുടെ പ്രേക്ഷകർക്ക്. ഗൈസ് നോക്കൂ ഗൈസ്, സമയം 1:28 ആയിട്ടുണ്ട്. അടി നമുക്ക് ഈ അടിപൊളി കോട കിട്ടിയിട്ടുണ്ട്. പോളി അല്ലേ? നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വൈബ്. നമ്മൾ ചെറിയൊരു റിസോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും അതുപോലത്തെ ഇവിടുത്തെ സെറ്റപ്പ് തന്നെ പൊളിയാണ്. ഇവിടുത്തെ ഈ ഒരു വ്യൂ അല്ല രക്ഷയില്ല. ഈ നട്ടുച്ച 1:30 മണിക്കും ഇമാതിരി കോടയും ഇമാതിരി ഒരു ആംബിയൻസും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സെറ്റപ്പാണ്. ഗൈസ് സച്ചിൻ പാലക്കാട് നിന്ന് വന്നതാണ്. പാലക്കാട് നിന്ന് വന്നിട്ട് കണ്ണൂർ വന്നിട്ടുള്ളതാണ്. അപ്പം കണ്ണൂർ വന്നിട്ട് ആദ്യം എന്നോട് പറഞ്ഞ സച്ചിന് പൈതൽമല കാണണം, പൈതൽമല ഒരു ദിവസം സ്റ്റേ അടിക്കണം, ഇവിടുത്തെ ഈ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പം നമ്മൾ തലേന്ന് റൂം എടുത്തു, ഇന്നലെ റൂം എടുത്തു. അപ്പം ഇന്നലെ റൂം നമ്മൾ എത്താൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് നമുക്ക് നൈറ്റ് വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പം ഇത് രാവിലെ എന്താ പറയുക, അടിപൊളി കോടയായിരുന്നു. അടിപൊളി വെച്ചാൽ അടിപൊളി കോട. അതുപോലെ തന്നെ ഇപ്പം ചെറിയ കോടയുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പം സച്ചിന് കിട്ടിയ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അല്ലേ സച്ചിന്? അടിപൊളിയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സെറ്റപ്പായി പോയി ഗൈസ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ണൂർ വരുവാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു റിസോർട്ടാണ്. അതെ, മസ്റ്റ് വിസിറ്റാണ് ഈ പൈതൽ മെഡോസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കുടിയാമല എന്ന് പറഞ്ഞ സ്ഥലത്ത്. കുടിയാമല ടു പൊട്ടംപ്ലാവ്, കുടിയാമലയിൽ നിന്ന് കൊട്ടംപ്ലാവ് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് ഈ പൈതൽ മെഡോസ് എന്ന് പറയുന്നത്. ഗൈസ് ഇപ്പോൾ ഏതാണ്ട് നട്ടുച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് പൈതൽ മലയിലെ വിഷ്വൽസ് ഒക്കെ എങ്ങനെയുണ്ട്? പൈതൽ മല വെച്ചാൽ അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ നല്ല കോടയാണ്. കോട എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ മഴയുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നോക്കിയാൽ ക്ലൈമറ്റ് പറഞ്ഞാൽ ഫുൾ ടൈം മഴ. കാരണം വെച്ചാൽ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പിന്നെ അതായത് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, നല്ല മഴയും കാറ്റും. ഇപ്പം തന്നെ കാരണം വെച്ചാൽ നല്ല കോടയാണ്. കാരണം വെച്ചാൽ നല്ല കോട വെച്ചാൽ ഞങ്ങൾ കാണിച്ചിട്ട് അത്യാവശ്യം വീണ്ടും കോട ഇറങ്ങുന്നുണ്ട്. അവിടെ ദൂരെ കോട കാണാം. ആ ഏരിയയിലൊക്കെ വീണ്ടും കോട ഇറങ്ങുന്നുണ്ട്, നല്ല കോടയാണ്. അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടല്ലേ സ്ഥലത്ത്? ചാറ്റൽ മഴയുണ്ട്, നല്ല ചാറ്റൽ മഴ. ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴയുണ്ട്. രാവിലെ ഇങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ ചാറ്റൽ മഴ നല്ലൊരു തന്നെയാണ്. കാരണം നല്ല തണുപ്പാണ്. വെച്ചാൽ ചൂടില്ല, മൊത്തം നല്ല തണുപ്പ്. അതെ, ഈ നട്ടുച്ചയ്ക്കും ഇവിടെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്, നല്ല കോടയാണ്, നല്ല മഴയുണ്ട്. നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു നല്ലൊരു ലൊക്കേഷനാണ്, നല്ലൊരു റിസോർട്ടാണ് ഈ പറഞ്ഞ പൈതൽ മെഡോസ്. അതായത് ഇത് വരുന്ന വെച്ചാൽ നമ്മളെ ഏറ്റവും, അതായത് കുടിയാമല ഏറ്റവും ഹൈ റേഞ്ചിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ കഫറ്റീരിയയും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഹോളും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഡോർമെറ്ററിലേക്ക് പോകണം. ഇത് ഇവിടുത്തെ ഡോർമെറ്ററി സെറ്റപ്പാണ്. 3 ഡോർമെറ്ററി ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. നൈസ് ഒരു എന്താ പറയുക, വിഷ്വൽ ട്രീറ്റാണ് ഈ ഒരു സ്ഥലം. നമ്മളിപ്പോൾ ഏറ്റവും താഴെയുള്ള നമ്മൾ താമസിച്ച റൂം അങ്ങ് മുകളിലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു താഴത്തെ ഒരു വ്യൂ. ഗൈസ്, അപ്പോൾ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്തും ഭയങ്കര കോടയാണ്. ഭയങ്കര കോട വെച്ചാൽ ഭയങ്കര കോട അല്ല സ്ഥലത്തെ? നോക്കൂ ഗൈസ്, ഏതാ കോട. ഗൈസ്, അടിപൊളി കോടയാണ്. നിങ്ങൾ അങ്ങോട്ട് കാണുന്നതാണ് അവിടുത്തെ പൂളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഡോർമെറ്ററി സെറ്റപ്പ് കാണാൻ പറ്റും. ഇതാണ് ഇവിടെ ഡോർമെറ്ററി, 2-3 ഡോർമെറ്ററി ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ അവിടെയാണ് ക്യാൻറ്റീനും ഫുഡും കാര്യങ്ങളൊക്കെ. പാർക്കിങ്ങൊക്കെ അവിടെയാണ്. നമ്മൾ സ്റ്റേ ചെയ്ത റൂം അവിടെയാണ്, സൂട്ട് റൂമായിരുന്നു അത്.
ഗൈസ് അപ്പോൾ നമ്മൾ ഈ സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. നമ്മൾ ഇന്നലെ രാത്രി വൈകി വന്നു, ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം സ്ഥാനത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ല, എല്ലാം ഓക്കെ. സച്ചിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബൈ ബൈ. ഓക്കെ ഗൈസ്, അപ്പം വേറെ ദിവസം വേറെ വ്ളോഗ് ആയിട്ടാണ്.